ഷാനു ഷാനു നീക്കടാ ഷാനു. തെണ്ടികളെ കൊണ്ട് എന്നെ പഞ്ഞിക്കെട്ടപ്പോ എനിക്ക് സമാധാനമായല്ലോ. സ്വർഗത്തിൽ നിന്റെ എല്ലാവർക്കും സുഖമല്ലടാ. എടാ ഞാൻ നിന്നോട് പറയാൻ വിട്ടു. എടാ എക്സിക്യൂട്ടീവ് മീറ്റിംഗിലെ രണ്ടാമത്തെ തീരുമാനേ. എന്ത് തീരുമാനം? എനിക്ക് രാവിലെ 6 മണി വരെ വൈകിട്ട് 6 മണി വരെ ഭൂമിയിൽ ഒന്ന് ചില്ല് ചെയ്യാൻ പറ്റുള്ളൂടാ. അത് ജീവൻ പേടിച്ച് ഓടി ഒളിച്ചതൊന്നും അല്ല. എനിക്ക് എന്ത് ജീവൻ, പകലെങ്കിലും നിന്നെ കാണാൻ പറ്റൂല എന്നുള്ളൊരു സമാധാനം മാത്രം. അപ്പൊ ഇനി മുതല് രാത്രി നിന്നെ പേടിക്കണ്ട, ആ ശല്യം ഒഴിവായി. ഇല്ലടാ. അപ്പൊ ഇന്നലെ നിന്റെ ആദ്യത്തെ ആഗ്രഹം സാധിച്ചു, ഇനി രണ്ടാമത്തെ പറ. എടാ ഷാനു, 13 വർഷം അവള് പോലും അറിയാണ്ട് അവളുടെ പുറകെ ഷംസി നടന്നത് നീ അവളുടെ അടുത്ത് പറയണ്ടേ? എന്നാലല്ലേ ആദ്യത്തെ ആഗ്രഹം പൂർത്തിയാവുള്ളൂ. കിടക്കണം എന്റെ ഷംസി, നീ എന്നെ കൊണ്ട് പോവുള്ളൂ അല്ലേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്റെ ആഗ്രഹം നടത്താം. അത് കഴിയുമ്പോ ആഗ്രഹം നടത്തിയവര് വന്ന് എന്റെ മുതുകത്തേക്ക് കയറാൻ എനിക്കൊരു റെസ്റ്റും ഇല്ലടാ. എന്താടാ, നമുക്കിപ്പോ അവളുടെ മനസ്സറിയാൻ പറ്റിയില്ലേ? ഇനി നിന്റെ വാവച്ചൊന്ന് പറഞ്ഞാൽ മാത്രം മതിയല്ലോ. അപ്പൊ അമ്മയൊക്കെ നല്ല ആരോഗ്യമാടാ, നല്ല തേമ്പി മൊത്തം പോണില്ല. എല്ലാം ശരിയായിക്കോളൂടാ. ഇനി നിനക്ക് തല്ല് കിട്ടാണ്ട് പകല് ഞാൻ നോക്കിക്കോളാം. അപ്പൊ രാത്രിയാ? ഒന്നും സംഭവിക്കൂലടാ. ശരിയാവൂല ഷംസി, എനിക്ക് പേടിയാ. അപ്പൊ നിനക്ക് ഇനി എന്നെ കാണണ്ടല്ലേ? കുട്ടിക്കാലം മുതല് ഒരുമിച്ച് തല്ലുകൊള്ളയും കെട്ടിപ്പിടിച്ചുറങ്ങിയൊക്കെ ചെയ്ത എന്നെ നിനക്ക് ഇനി കാണണ്ടല്ലേ ഷാനു? ഷംസി, പിന്നെ സെന്റിമെന്റ്സ്. ഈ ചങ്കിനെ നിനക്ക് ഇനി കാണണ്ടല്ലേ? തല്ലുകൊണ്ട് മയ്യത്തായാലും വേണ്ടൂല, നിന്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ. ഭാഗ്യം ഇവിടെ പുഴയൊന്നുമില്ല ചാടാൻ. എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഓടിയാ മതി. നീ ഓടയും ചാടയൊന്നും വേണ്ട, ഞാനില്ലേ കൂടെ. അതാണ് എന്റെ പേടി. ഷംസി, ഞാൻ എന്റെ ഉമ്മാനെ ഒന്ന് കണ്ടിട്ട് വരാടാ. ഉമ്മാന്റെ ഒരു പോയിന്റെ മാലയും കൊണ്ടാണല്ലോ ഞാൻ നാട് വിട്ടത്. ഇനിയിപ്പോ ഞാൻ ഏതായാലും മരിക്കും. അതാണ് ആ ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂടാ. നിനക്ക് ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ? ഇതും കൂടി തീർത്തിട്ട് എന്നാ പിന്നെ സ്വർഗത്തിൽ എനിക്ക് സുഖമായിട്ട് ജീവിക്കാല്ലടാ. അതിനുണ്ടല്ലോ അവിടുത്തെ നിയമങ്ങൾ വർഷാവർഷം മാറും. മൂഞ്ചി ഞാൻ ആദരണൊന്ന് വിളിച്ചേ. ഷംസി വിളിക്കണോടാ, ആ തടിയനെ വിടേണ്ടെങ്കിൽ ഇന്നലത്തെ ബാക്കി എനിക്ക് കിട്ടും. അയാൾ ഇവിടെ ഇല്ലടാ, അയാൾ ഒരു കൊട്ടേഷൻ ആയിട്ട് പോയേക്കണേ. നീ ഒന്ന് വിളിക്കടേക്ക. നാദരാ, 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 നാദരാ. ഇക്ക എവിടെയല്ലേ? ഇക്ക രാവിലെ പോയതാ, രാത്രിയാവും വരാൻ. ഇക്കനെ കാണാനാണ് വന്നത്. നാദര, നാദര, നീ മറന്നിട്ടും നിന്നെ മാത്രം സ്നേഹിച്ച് തോറ്റുപോയ ഷംസിയാണ് ഞാൻ. നഷ്ടങ്ങൾ മാത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞാൻ ഇന്ന് നല്ല ഉറക്കത്തിലാണ്. നീ വന്നത് വൈകിപ്പോയി പെണ്ണെ. മുഴുവൻ കാണാപ്പാടം പഠിച്ചു വെച്ചേക്കണല്ലോ തണ്ടി. എനിക്ക് നാദരേനോടൊരു കാര്യം പറയാനുണ്ട്. നാദര, ഭാഗത്തിരുന്ന് സംസാരിക്കാം. ഭാഗത്തിരിക്കാം. ഇവിടെ ഇരിക്കുക. വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് 13 വർഷം നാദരയെ പ്രണയിച്ച ഒരാളെ പറ്റി എനിക്ക് പറയാനുള്ളത്. കരള് പങ്കിടാൻ മയ്യന്റെ പ്രണയമേ പകുതിയും കൊണ്ടുപോയി. ഞാനിത് നാദരയെ അറിയിക്കണമെന്ന് ഷംസിക്കാണ് നിർബന്ധം. മറവിയുടെ ചവിട്ടുകൂട്ടിയിൽ ഇടയ്ക്കൊന്ന് ചെയ്യുകയാണ്. ഒരിക്കലും മറക്കില്ലെന്ന് നാം കരുതിയ പലതും മാറാല പിടിച്ച് കിടക്കുന്നതിനാണ്. വെറുമൊരു പ്രണയമായിരുന്നില്ല, പ്രാണനായിരുന്നു ഷാനുക്ക്. ഇക്കയിലേക്ക് പടർന്നു കയറിയ എൻ്റെ പ്രണയത്തിൻ്റെ വേരുകളൊക്കെ
അത്രമേൽ എൻ്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. ഇനിയും പറിച്ചെറിയരുത്. പടർന്നത് മാത്രമേ ഇക്കയിലുള്ളൂ. വേറൊരുത്തതൊക്കെ എൻ്റെ ഹൃദയത്തിലാണ്. നാദര, ഞാൻ പറയണമെന്ന് ക്ഷമയോടൊന്ന് മനസ്സിലാക്ക്. ക്ഷമിക്ക്. എന്റെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് ഒരു പൂവുണ്ടായിരുന്നു. ഇപ്പൊ ഞാനത് നിങ്ങൾ പറിച്ചെടുത്തു. നീ പറ, നിനക്ക് അവളെ ഇഷ്ടമാണ്? എന്താ ഇക്ക, എന്നെ ഇഷ്ടമായിരുന്നില്ലേ? അതെ, ആയിരുന്നു. അല്ലോ കാമറയ്ക്ക, എന്നെ കൊല്ലും. എടാ ഓടലെന്ന് ഞാൻ നോക്കിക്കോളാം. നീ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഇടിയുണ്ട്. ഇക്ക, ഷാനുക്കാരൊന്നും ചെയ്യല്ലേ. എന്റെ മുന്നിൽ തന്നെ വരൂടാ. അല്ലോ ഷാനിക്കാനൊന്നും ചെയ്യരുത്. എന്നെ കൊന്നിട്ടേ ഷാനിക്കാനെ തൊടാൻ പറ്റൂ. ഇത്രയും കാലം ഞാൻ കല്യാണം കഴിക്കാതെ കാത്തിരുന്നത് എന്റെ ഷാനുക്കാക്ക് വേണ്ടിയാണ്. ഞങ്ങളുടെ കല്യാണം ഇക്ക നടത്തി തരണം. എന്നോട് ക്ഷമിക്കണം. ആള് മാറിയാണ് വലിയത്. പെങ്ങൾ എന്റെ ജീവനാ. അളിയ നമ്മുടെ കാണ്ട് പോയി കല്യാണത്തിന് ഒരുക്കങ്ങൾ നടത്തളിയാ. സന്തോഷമായില്ലേ? നമ്മളെ കാതർക്കാന്റെ ചായക്കടന്റെ മുന്നിലൂടെ സ്കൂളിലേക്ക് പോകുമ്പം എന്നും ഞാൻ ഈ കുട്ടിക്കറുമ്പനെ നോക്കാറുണ്ടായിരുന്നു വിളി കണ്ടിട്ട്. എന്റെ ചായക്കടയിലെ ചായക്ക് മധുരം കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്നും പഞ്ചാര പാത്രത്തിൽ നോക്കി കൊതി വിടും. ക്ഷമിച്ചാണ് മുക്കത്തെ വായിനോട്ടോ. ആദ്യമോളെ, അല്ലാതെ ഞാൻ പറഞ്ഞ സത്യമാണ്. ഞാനും സത്യം പറയട്ടോ. എനിക്ക് ക്ഷമിക്കും. എനിക്ക് ഇക്കാലം ഭയങ്കര പേടിയാ. അതെനിക്കറിയാം. എനിക്കിഷ്ടപ്പെട്ട മൂവാണ്ട മാങ്ങ ഉപ്പും മുളകും തേച്ച് എന്റെ ബാഗിൽ കൊണ്ടുവച്ചത് ഷാനൊക്കെയാണെന്നും എനിക്കറിയാം. ക്ഷമിച്ച് കൊണ്ടുവച്ച മാങ്ങ ഇങ്ങനെ പോയി ആദ്യ രാത്രി വന്നാൽ വിടും. എവിടെന്ന് പിടിച്ചു തുടങ്ങും? എന്തൊക്കെ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എന്നെ തല്ലിയ കണക്ക് മാഷ് മുഖത്ത് മുളക് പൊടി എറിഞ്ഞതും ഷാനൊക്കെയാണെന്ന് എനിക്കറിയാം. നേരങ്ങൾ തുടങ്ങടാ. ഞാൻ കൊടുത്തേ മൂവാണ്ട മാങ്ങ പിടിച്ചവന് തുടങ്ങിയോ. നിനക്ക് രാത്രി പുറത്തിറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട്. എടാ, ഇന്ന് അമാവാസി ദിവസമല്ലേ? ഇളവുള്ളതാണ്. ഫുൾ ചില്ലാണ്. നല്ല വൈബുണ്ട്. നീ തുടങ്ങിക്കോ. ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഒറ്റക്ക് ആഘോഷിച്ചോട്ടറാ പ്ലീസ്. ഒന്നുമില്ല. ഇക്ക പിന്നെ ഷംസി എന്നൊക്കെ പറയുന്നത്. ഓ, അതാ, അത് മയ്യത്തായിട്ടും ആ പന്നി എന്റെ കൂടെ തന്നെ ഉണ്ട്. ഷാനൊക്കെ എന്തൊക്കെയാ പറയുന്നേ? അവൻ എനിക്ക് മാത്രമേ കാണാൻ പറ്റൂ. അയ്യോ, പ്രേതത്തെ എനിക്ക് പേടിയാ. അവ അവൻ പ്രേതമൊന്നുമില്ല, നമ്മുടെ ഷംസിയല്ലേ. മരിച്ചു കഴിഞ്ഞാൽ പ്രേതമായിട്ടേ വരത്തുള്ളൂ. ഷംസി, നീ പോയടാ. നാദരക്ക് നിന്നെ പേടിയാ. ഞാൻ പോവില്ല. എനിക്ക് ആദ്യ രാത്രി കാണണം. നാണമില്ലാത്ത ചെറ്റ. ഇക്ക, എനിക്ക് പേടിയാണേ. പറച്ചവനാണെ എനിക്ക് പേടിയാ. എന്നെ പേടിക്കുന്നത് എന്തിനാണ് നാദിര? ഒരായുസ് മുഴുവൻ നിനക്ക് വേണ്ടി കാത്തിരുന്നവനാണ് ഞാൻ. എന്നെ നീ എന്തിനാണ് പേടിക്കണത്? ഷംസി, നീ അവളുടെ അടുത്തേക്ക് പോകരുത്. അവൾക്ക് നിന്നെ പേടിയാ. ഷാനുക്ക, ഷംസി, ഷംസി, അവളെ തുടരുത്. എന്റെ ഓരോ ശ്വാസത്തിലും നിന്നോടുള്ള പ്രണയമായിരുന്നിട്ട് നിന്റെ ഈ ഭയം എന്നെ വല്ലാതെ വേദനിപ്പിക്കും. നിന്റെ ഭ്രാന്തൊന്നും നിർത്തന്റെ ഷംസി. ഞാനൊന്ന് ജീവിച്ചോട്ടെ. ഷംസി, അവളുടെ അടുത്തേക്ക് പോകരുത്.
എന്താ മോളെ ഇത്? ഇത്ര വയസ്സായില്ലേ? ഇതൊക്കെ കണ്ട് പേടിക്കണ? ഈ പ്രായത്തിൽ ഇതിന്റെ ആവശ്യമുണ്ടോ? ഈ പ്രായത്തിൽ അളിയനൊന്നും ശ്രദ്ധിക്കായിരുന്നു. എങ്ങനെ ഇരിക്കണം? മോള് പേടിക്കണ്ട. അളിയൻ ഇത്രയും വർഷം കാത്തിരുന്നല്ലേ, അതിന്റെ ഒരു ഇതായിട്ട് കണ്ടാ മതി. ഒക്കെ നീ ഒരുത്തനൊപ്പിച്ച പണിയാ. മോള് അങ്ങ് ചെല്ലേ, ഇനി അളിയൻ ഒന്നും ചെയ്യൂല. ഞാൻ പോവില്ല, അവിടെ ഷംസുഖാന്റെ പ്രേതമുണ്ട്. പ്രേതോ? എന്റെ അളിയനെ തൊടരുത്. എനിക്ക് നീ പന്നിനെ കൊല്ലണം. കൊല്ലണമെന്നാ? എന്റെ ഉമ്മാ, പ്രേതം! അളിയനൊന്നും ചെയ്യ. എനിക്ക് ഇന്ന് ഇവന്റെ ചോര കുടിക്കണോടാ. എടാ ഷാനി, അടുത്ത ആഗ്രഹം പറയട്ടെടാ. ഒന്ന് പോയാ